ഹലോ ഗൈസ്, ഇന്നലെ EDMC ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ EDMC സീസൺ 10-ലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ പേരിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ സ്പോണും ഈ ഒരു ഇതിലെ മോഡ്സും പ്ലഗിൻസ് എല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് എൻ്റെ പേര് സ്പെക്ട്രം ഉണ്ട്. ഹലോ ഹലോ ഓക്കെ, അപ്പോൾ സ്പെക്ട്രം ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്പോണും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണാം. ഇവിടെ അപ്പൊ ഇവിടെ എനിക്ക് ഒരു പ്ലെയറിനെ കാണാൻ പറ്റും, ഒരു ഹെഡിങ്ങും കാണാൻ പറ്റും. ഇതിപ്പോ ബെറ്റർ പ്ലേയേഴ്സിന് ഇതിപ്പോ കാണാൻ പറ്റത്തില്ല ഇവിടെ ആരാ നിക്കണേന്ന്. കാരണം എന്തോ ബഗ്ഗാണ്, നമ്മൾ ഉടനെ തന്നെ ഫിക്സാക്കണായിരിക്കും. ബഗ്ഗല്ലാതെന്തോ പ്ലെക്കിന്റെ കുഴപ്പമാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലെയർ കാണാം. അപ്പൊ അത് നിൽക്കേണ്ട കാര്യമില്ല, കാരണം ആ ഫീച്ചർ വരുന്നേ ഉള്ളൂ. കാരണം ഇപ്പൊ പ്ലേയേഴ്സ് സെർവർ തുടങ്ങിയിട്ട് 1-2 ദിവസമാണേ ഉള്ളൂ. അപ്പോഴത്തേക്കും പ്ലേയേഴ്സ് ഇപ്പോഴൊന്നും ഗ്രൈൻഡ് ചെയ്ത് സെയിൽ ചെയ്യാൻ ഇടത്തില്ല. അപ്പോഴത്തേക്കും അതൊക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഈ പ്ലെയിങ് വരുന്നതായിരിക്കും പ്ലെയർ ഷോപ്പ്. നിങ്ങൾക്ക് സാധനങ്ങളായിരിക്കും വാങ്ങാം, അതാണ് പ്ലെയർ ഷോപ്പ്. പിന്നെ EDMC മാർക്കറ്റ് എന്നാ? നേരെ കണ്ട നിങ്ങളുടെ പേരും വെൽക്കം ടു EDMC. അല്ല വെയിറ്റ്, EDMC മാർക്കറ്റ് എന്നാ? അത് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, പറഞ്ഞോ. അപ്പൊ ഇതാണ് ഇവിടെ വെൽക്കം ടു EDMC ഒക്കെ കാണും. നിങ്ങളുടെ പേരും ഇൻവൈറ്റ് ചെയ്ത യൂട്യൂബേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അരുൺ ട്രേഡ്സ്, ബീക്കൺ ഗെയിമിംഗ് വൈറ്റി, KMPG ഗെയിമിംഗ്, ഇത്രയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത യൂട്യൂബേഴ്സ്. അതെ, അവരൊക്കെ കേറിക്കോളും. പിന്നെ ഇത് ഡെവലപ്പേഴ്സ്, ഇത് സെർവർ ഡെവലപ്പ് ചെയ്ത ആൾക്കാര്, സ്പെക്ട്രോയും ക്യാപ്റ്റൻ, ഓണേഴ്സും മാനേജറും. അതെ, ഇത് ഓണറും മാനേജേഴ്സും, ഇതിന് ബിൽഡേഴ്സ്. ഇവിടെ ഒരാളുടെയും കൂടി പേര് വരാനുണ്ട്. പാൻറ് എന്ന് പറയുന്ന ആള് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടു. അവസാന നിമിഷം ആള് കഷ്ടപ്പെട്ടു. അപ്പൊ പേരടക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഗൈസ്, അതിലെ എനിക്കൊരു പാലം കാണും. അതിലെ ഇങ്ങനെ നടന്നിറങ്ങുമ്പോൾ വേറൊരു സ്ഥലത്തെത്തും. അതെ, അവിടെ നിന്ന് നിങ്ങൾ നേരെ RTP ഒന്നും അടിച്ചു പോകല്ലേ. പിന്നെ ഇതിലെ കൂടി സൂപ്പർമാനൊക്കെ പോകും, ഹെൽപ്പ് വേണേ ചോദിക്കാം. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളല്ല, കമ്മ്യൂണിറ്റി ഹാൾ പോലുള്ളൊരു ഹാള്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ടോപ്പ് റിച്ച് ആയിട്ടുള്ള ആൾക്കാര്, ടോപ്പ് പൈസ ഉള്ള ആൾക്കാര്, ഏറ്റവും കൂടുതൽ കില്ലെടുത്ത ആൾക്കാര്, ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് കളിച്ച ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ മണിക്കൂറോളം കളിച്ച ആൾക്കാരുടെ പേര് ഇതിൻ്റെ അകത്ത് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അല്ലേ? അതെ അതെ അതെ, ഇതില് ഈ ഒരു ബിൽഡിംഗ് അകത്ത് വീടല്ല, ചെറിയൊരു ലാഗ് ഉണ്ട്. അത് എൻ്റെ നെറ്റിന്റെ ഇഷ്യൂ ആണ്. ഇതാണ് ഇവിടെ നമ്മളിപ്പോ സോംബികൾക്ക് കാര്യങ്ങൾക്ക് ജീവിക്കാൻ കൊടുത്തിരിക്കാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലം കാണിക്കാം. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റണേ ചർച്ച. ഡോർ അടയ്ക്കത്തില്ലേ? ഡോർ അടയ്ക്കാതെ സോറി ഞാൻ അടിച്ചു. ഓക്കെ, പിന്നെ ഈ സ്കോർ ബോർഡ് ഈ സൈഡിലുണ്ടായി അത് ഡിസേബിൾഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡിസേബിൾഡ് ആക്കാം. /SB അടിച്ചാൽ മതി, അത് തിരിച്ചു വരും. ഡിസേബിൾഡ് ആക്കാനും /SB അടിച്ചാൽ മതി. കാണിച്ച് ഓക്കെ. ഓക്കെ, ഇതാണ് ചർച്ച്. ചെരുപ്പൂരി, ഇതാണ് ചർച്ച്. ഇതുണ്ടാക്കിയത് ആരാന്ന് കേട്ടാൽ നിങ്ങൾ നെട്ടും. ബ്രാഹ്മണൻ, കംപ്ലീറ്റ് മതസൗഹാർദ്ദം. നമ്മളൊരു ചരിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നാക്റ്റീവായ പ്ലേയേഴ്സിന് നമ്മളൊരു കല്ലറ വെക്കലുണ്ട്. അങ്ങനെ കല്ലറ വെക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചർച്ച, അങ്ങനല്ലേ ഇത്? അതെ, ഇവിടെ വരും. എന്റെ ആളുടെ ബോഡി ഇവിടെ വെച്ചിട്ട് നമ്മള് ഇങ്ങനെ അതെ, അത് മരിച്ച ആൾക്ക് കൊടുത്തല്ലേ? അതെന്തിനാ മുണങ്ങാൻ പോയി? അവിടെ ഇട്. ഒന്നായിട്ട് എടുത്തിടാൻ കഴിയില്ല, പിന്നെ ഇടാ. ഇതിന്റെ മണ്ടയിലൊരു മണിയുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഫാൻഡത്തിന്റെ മണി, വർക്കാവാത്ത മണി. അതിന്റെ മുകളിലേക്ക് ഉണ്ടാ. പക്ഷെ ഇതില് മണിയില്ല. ഇതാണ് വെള്ളം, ആഗ്രഹം സാധിക്കണ വെള്ളം. ഇവിടെ വന്നിരിക്കണം. ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങള് എന്തെങ്കിലും ആഗ്രഹം ഇടണം. എന്നുവെച്ചാൽ ഡയമണ്ടിന്റെ താഴോട്ടുള്ളൊന്നും ഇടല്ല. ഡയമണ്ട്, നെതറൈറ്റ് അങ്ങനത്തെ സംഭവമൊക്കെ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ആഗ്രഹം സാധിക്കൂല. ഉറപ്പാണ്, സാധിക്കൂല. എന്തെങ്കിലും ആഗ്രഹം മനസ്സിലാക്കി ഡയമണ്ട് അല്ലെങ്കിൽ നെതറൈറ്റ് ഇട്ടാ മതി. ഇങ്ങനെ ഡയമണ്ട് ഇടണം. ഇട്ട് കഴിഞ്ഞിട്ട് അത് തിരിച്ചെടുത്താൽ എന്ത് സംഭവിക്കും അറിയോ? ഇല്ല, നോക്ക്. നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹം 8 നില പൊട്ടും. അതെ, 8 നില പൊട്ടും. അപ്പൊ അങ്ങനെ എടുക്കാൻ പാടില്ല. പിന്നെ ഈ ഒരു ഇതിനെ സംശയിക്കാനും പാടില്ല. സംശയിച്ച് ഇതിന്റെ അടിയിൽ ഹോപ്പർ ഉണ്ടോന്ന് ഡൗട്ട് തോന്നി ഇന്നലെ പൊട്ടിച്ചാൽ
ശാപം, വൻ ശാപം, വൻ ശാപം. നമ്മളങ്ങനെ ചെയ്യില്ല, നമ്മളങ്ങനെയൊന്നും ചെയ്യില്ല. അതെ 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 ശാപം പൊടിയാൻ പാടില്ല, അകത്ത് കോപ്പർ ഉണ്ടോ നോക്കാനൊന്നും പറ്റില്ല. അതെ അതെ പറ്റൂല പറ്റൂല. പിന്നെ ഞങ്ങൾ ഇട്ട സാധനം തിരിച്ചെടുത്താ അയ്യോ അയ്യോ ശാപം. കയ്യിന്ന് നിങ്ങൾ ചത്ത്. ഇതാണ് RTP ഗൈസ്. ഇതിൽ തൊട്ടാൽ ലൈറ്റ് കത്തൂല, പകരം RTP ഞെക്കി കാണിക്കും. നെക്കി കാണിച്ച് ഓക്കെ. ഇപ്പൊ ഇത് മാറും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇത്രയും കണ്ടില്ലേ. അപ്പൊ ബെഡ്റോക്ക് പ്ലേസിനെ ഒരു സിമ്പിൾ സ്ഥാനം ഞാൻ വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സർവകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ TP റിക്വസ്റ്റ് ആൾക്കാർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര മെനക്കേടായിരിക്കും. TP അക്സെപ്റ്റ് ആക്കാനും ഞെക്കാനും ടൈപ്പ് ചെയ്ത് വിടാൻ. പക്ഷെ നിങ്ങൾക്ക് TDMC കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണിച്ചേ ഇഷ്ടമുണ്ടോ? ലാംഗ്വേജും കാര്യങ്ങളും നമ്മള് പതിയെ കൊണ്ടുവരുന്നേ ഉള്ളൂ. ലാംഗ്വേജ് കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. ഓക്കെ, ഈ പച്ചയിൽ നിൽക്കിയാൽ നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അല്ല, ഈ RTP ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ /RTP അടിച്ചാലും മതി, RTP ആയിക്കോളും. അതെ അതെ അതെ, ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവർ അതിന്റെ അകത്ത് കയറാനൊന്നും പറ്റൂല, വെളിയിൽ ഇരുന്ന് നോക്കാൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല. അല്ല, ഇതിന്റെ അകത്ത് കയറാൻ പറ്റും കേട്ടോ. കയറിയാൽ പിന്നെ ഇറങ്ങാൻ കഴിയില്ല. അല്ല, ഇറങ്ങാനും കഴിയും. ഓക്കെ, അടുത്തത് ഈ പൂള് തന്നെ കാണിക്കാം. ഇതാണ് പൂള്. ഇതിന്റെ അകത്ത് നിങ്ങൾ ആഗ്രഹം സാധിച്ചിട്ട് ഇതുങ്ങൾക്ക് വിറ്റകൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ മതി. ആഗ്രഹം സാധിക്കാറില്ല, അവരുടെ വയററിയണ്ടേ, അവരുടെ ആഗ്രഹം സാധിക്കും അതിന്റെ അകത്ത് ഇരിക്കുന്ന മീനുകളുടെ. ഈ ട്രീ ഹൗസ് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് രാത്രി ആകേണ്ടതായിട്ടുണ്ട്. അപ്പൊ രാത്രി ആകുമ്പോ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നെതർ പോർട്ടും കാര്യങ്ങളും. ഇതിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെതർ കാണാൻ പറ്റും. ഇപ്പൊ ഇരിക്കും. അപ്പൊ സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെതറും കാര്യങ്ങളും ഓപ്പൺ ആയിട്ടില്ല. അത് ഓപ്പൺ ആകുമ്പോ അതെ. അപ്പൊ നമ്മള് രാത്രി ആകുമ്പോ ബാക്കി കാര്യങ്ങൾ കാണിക്കാം, അതിന്റെ ഉപകാരം എന്താന്നൊക്കെ കാണിച്ചു തരുന്നേക്കാം. അപ്പൊ നമുക്ക് രാത്രി ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു വിധത്തിൽ രാത്രി ആയിട്ടുണ്ട്. കുറച്ചു നേരം കാത്തു നിന്ന് നമ്മൾ ബേസിലൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അത്യാവശ്യം രാത്രി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം എന്നും രാത്രി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ രാത്രി ആയിക്കാൻ ഒരു സാധനം കാണിക്കാന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചുതരാം. നമുക്ക് ഇവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സ്പോണിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഒരു സോംബി ഒരു ക്രീപ്പർ നിങ്ങൾ ഒന്നും ആക്കൂല, നോക്കത്തില്ല. അവര് വന്നാലും നിങ്ങളെ ഇങ്ങനെ തൊട്ട് മുമ്പ് വെച്ചിട്ട്. അതെ, ഒന്നും ചെയ്യില്ല, ഒന്നും പേടിക്കാനൊന്നുമില്ല. അതെ, പിന്നെ നിങ്ങൾക്ക് കാണാം ഇതാണോ ട്രീ ഹൗസ്. ഇതിന്റെ ഉപയോഗം എന്താ വെച്ചാൽ നിങ്ങളിപ്പോ ഒരു ന്യൂ പ്ലെയർ ആണെന്ന് വിചാരിച്ചോ, അല്ലേ? ന്യൂ പ്ലെയർ അല്ലേ? അപ്പൊ നിങ്ങള് രാത്രി സോംബിയൊക്കെ വരുന്ന പേടിച്ചിരിക്കുക. എന്ത് ചെയ്യും പറഞ്ഞുതരാം. നിങ്ങൾ വായോ, ഇതിന്റെ അകത്ത് വരിക, കേറുക. ഓ സർപ്രൈസ്, ഇവരെ ബെഡുണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കടന്നുറങ്ങാം. മണ്ടയിലും ഉറങ്ങാൻ പറ്റും, മണ്ടയിൽ ഒരാൾക്ക് ഉറങ്ങാം, രണ്ടാൾക്ക് ഉറങ്ങാൻ പറ്റുന്ന സുഖസുന്ദരമായ വീട്, ട്രീ ഹൗസ്. അതെ, തിരിയാൻ സ്ഥലമില്ല. പക്ഷേ ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കാൻ, ഈ വൂളൊന്ന് പൊട്ടിക്കാൻ നോക്കി. ഓക്കെ, പറ്റൂല, നിങ്ങൾക്ക് ഉറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ഇത് പൊട്ടിക്കാൻ നോക്കിയാലൊന്നും നടക്കില്ല. അപ്പൊ നിങ്ങൾ ഇത്ര നേരം ശ്രദ്ധിച്ചോ ഇല്ലയോന്ന് അറിയില്ല. നിങ്ങൾ റൈറ്റിൽ ടോപ്പിലായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐലൻഡ് കാണും, ഫ്ലോട്ടിംഗ് ഐലൻഡ്. അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മള് പിന്നെ പറയാം എന്താണ്. അതിന്റെ മണ്ടയില് വലിയതൊന്നുമില്ല, സർവറിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എഴുതാനാണ് പ്ലാൻ. ഇതുവരെ ആരും അതിന്റെ മണ്ട കേട്ടിട്ടില്ല ലൈവിൽ വെച്ചല്ലാണ്ട്, കാരണം ഡേഞ്ചറസ് ആണ്. ലൈവിലൊക്കെ നമ്മൾ ഇതിൽ കളിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈവിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ സ്പെക്ട്രോണിൻ്റെ ചാനലിൽ ലൈവെല്ലാം ഉണ്ടാവും. സ്പെക്ട്രോണിൻ്റെ ചാനലിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുക്കുക, ഡിസ്കോഡിൻ്റെ ലിങ്ക് കൊടുക്കുക, ജോയിൻ ചെയ്യുക, കളിച്ചോണ്ടിരിക്കുക. അപ്പൊ നിങ്ങള് ഇപ്പോ കുറച്ച് ദൂരെയാണ്, ഇത് പെട്ടെന്ന് സ്പോണിലോട്ട് പോണ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് /സ്പോൺ അടിക്കും. ഇങ്ങനെ അടിച്ച് നെക്സ്റ്റ് അടിച്ച് നിങ്ങൾ സ്പോണിലേക്ക് എത്തിക്കോളൂ. ഓക്കെ, അപ്പൊ ഇവിടെ അത്യാവശ്യം ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്നാണല്ലോ വന്നത്. പക്ഷെ ഇവിടത്തെ ഒന്നും വീട്ടിൻ്റെ അകത്തൊന്ന് കയറി ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റൂല. വെറുതെ ഒരു വില്ലേജ് മാതിരി അല്ലേ? അതെ അതെ അതെ, നിങ്ങൾക്ക് വേണേൽ ചുറ്റി കറങ്ങാം. ഇവിടുന്ന് ആയിരിക്കും, കാരണം നമ്മള് കൊച്ചിലെ തൊട്ട് വളർന്ന ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നോളൂ. നമ്മളിനി അതിനെ വിടണം, അയച്ചു വിടണം. സീരിയസ് മാർക്കറ്റിംഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് EDMCയുടെ സ്റ്റോറും കാര്യങ്ങളും ഓപ്പൺ ആക്കാൻ പറ്റും. ഞെക്കി ഒക്കെ നോക്കി ബ്ലോക്കിൽ ഇതാ കുറെ ബ്ലോക്ക് കിട്ടും.
അപ്പോൾ ഇത് EDMC ഷോപ്പ് എന്താ സംഭവം? രണ്ടും ഒന്ന് തന്നെയാണോ? ഷോപ്പും സർവർ ഷോപ്പും ഒന്ന് തന്നെ. രണ്ടും ഒന്നാണോ? EDMC മാർക്കറ്റ് EDMC ഷോപ്പ് ഒന്നാ? അല്ലല്ല, ഇത് വേറെ ഇത് വേറെ ഇത് വേറെ ഇത് വേറെ. അപ്പൊ ഇതിലെന്തായിരിക്കും സംഭവം? എനിക്ക് നോക്കാം. മനസ്സിലായി. ഇതിൽ വെച്ചാൽ ഇപ്പം ഇതിന്റെ അകത്ത് എല്ലാ സാധനവും ഒന്നുമില്ല. ഇപ്പൊ എപ്പിക്ക് ഒരു ഡയമണ്ട് പിക്കാത്ത് എപ്പിക്കിന് വേണമെങ്കിൽ അതൊരു 5000-ന് വിൽക്കാം. മനസ്സിലായോ? ഓഹോ, അങ്ങനെ. അതാണ്. അങ്ങനെ നിങ്ങളുടെ പ്ലേസിന് ഇപ്പം ഡ്രാഗന്റെ മുട്ട അത് നിങ്ങൾക്ക് വേണേ 5000 1,00,000-ന് വിൽക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ഇഷ്ടമുള്ള പൈസ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഷോപ്പ് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും? എവിടുന്ന് ആക്സസ് ചെയ്യാം? അതിന്റെ കമാൻഡ് എന്താ? /ഷോപ്പ്. ഓക്കെ, /ഷോപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഷോപ്പ് തുറക്കാൻ പറ്റും. പൈസ ഉണ്ടാക്കാൻ നിങ്ങള് ഓരോ ബ്ലോക്ക് ഗ്രൈൻഡ് ചെയ്യണം, അത് വിൽക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്ത ബ്ലോക്കിൽ കൈമേൽ വെക്കുക. /സെല്ല് ഹാൻഡ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാധനം വിറ്റ് നിങ്ങൾക്ക് പൈസ കിട്ടും. ഇപ്പം ഞാൻ വളരെ കുറവാണ് വിറ്റ്, അതുകൊണ്ടാണ് അത്രയും പൈസ കിട്ടിയ കേട്ടോ. അപ്പൊ നിങ്ങൾ അത് കഴിഞ്ഞ് വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അടിക്കണം. ഞാൻ ഇപ്പൊ സ്റ്റാറ്റിൽ ഇട്ട മാത്രമേ അടിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഹോം സെറ്റ് ആക്കാൻ പറ്റും. വീട് എന്നിട്ട് ആദ്യത്തെ തവണ ഇങ്ങനെ അടിച്ചാല് നിങ്ങൾക്ക് ഹോം എന്ന് പറഞ്ഞ് സേവ്. രണ്ടാമത്തെ തവണ നിങ്ങൾ ഒരു പേരും കൂടി കൊടുക്കണം. അതായത് ബ്രാക്കറ്റിലല്ല, ചുമ്മാ ഒരു പേരും കൂടി കൊടുക്കണം. ഓക്കെ, /സെറ്റ് ഹോം കഴിഞ്ഞിട്ട് പേരല്ലേ. അപ്പൊ ഇത് മാത്രമല്ല നമ്മുടെ സർവറിലുള്ള ഫീച്ചേഴ്സ് ഇനിയുണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് സർവറിൽ ഇപ്പൊ ഒരു ടീം തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരാം. എങ്ങനെ അടിച്ചാൽ മതി. ആ നെയിം ഉള്ളിടത്ത് നിങ്ങൾ നിങ്ങളുടെ ടീമിന് എന്താണ് പേര് വേണ്ട അത് അടിക്കണം. പിന്നെ ബ്രാക്കറ്റ് വേണ്ട. പിന്നെ നിങ്ങൾക്കുള്ളത് /ടീം ഈ ചെസ്റ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ടീമിന്റെ എൻട്രി ചെസ്റ്റ് തുറക്കും. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റർ ചെസ്റ്റ് ഓപ്പൺ ആവും ടീമിൻ്റെ. ഇപ്പം നമ്മളെ എൻ്റർ ചെസ്റ്റിൽ ഇത്ര ഉള്ളതല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ടീം എൻ്റർ ചെസ്റ്റ്. ഓക്കെ, അതിനടുത്ത് ഓക്കെ അപ്പൊ ഇത് ഓണായി വന്നിട്ട് അതിന്റെ അകത്ത് നിങ്ങളുടെ ഒരു തലയുണ്ട്. എപ്പിക്കിന്റെ തല ഉണ്ടോ? എൻ്റെ തലയില്ല, സ്റ്റീവിൻ്റെ തലയുണ്ട്. അതാണ് എപ്പിക്കിന്റെ ഇപ്പൊ സർവറിലുള്ള തല. ആ തലയില് തൊടാൻ നേരത്ത് കാണാൻ പറ്റും എപ്പിക്കിന്റെ എത്ര ബാലൻസ് ഉണ്ടെന്ന്. 510. ആ, അതിന്റെ താഴെ കാണും എപ്പിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ വരെ കൊള്ളാന്ന്. ഏകദേശം 50,000 രൂപ വരെ കൊള്ളാൻ പറ്റുള്ളൂ. പിന്നെ താഴെ ഉണ്ട് ഒരു ഡയമണ്ട്. അത് വെച്ചാല് എപ്പിക്കിന്റെ ബാങ്ക് അപ്ഗ്രേഡ് ചെയ്യാനാണ്. അപ്ഗ്രേഡ് ചെയ്യാന് 10,000 രൂപയും 10 ഡയമണ്ടും 20 എമറാൾഡും കൊടുക്കണം. അങ്ങനെയാണ് ബാങ്കിൽ 1,00,000 വരെ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ട് എന്താ കാര്യമാണ്? നിങ്ങള് ബാങ്കിൽ ഇടുന്നതിന്റെ ഇത്ര % ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പൊ ഉള്ളത് 0.50% ഇൻട്രസ്റ്റ് കിട്ടും. അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യില് 2,000 രൂപയോ ഇപ്പൊ നിങ്ങളുടെ കയ്യില് 100 രൂപ ഉണ്ടെങ്കില് അതിൽ എത്ര 5 രൂപയും കണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. മനസ്സിലായോ? ഇതിപ്പോ അപ്ഗ്രേഡ് ചെയ്യാണ്ടുള്ള കാര്യമാണോ പറയുന്നത്? അപ്ഗ്രേഡ് ചെയ്യാണ്ടുള്ള കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ 100 രൂപ ഉണ്ടെങ്കിൽ 0.5% ഇൻട്രസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് അത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 2% ആവും. അത് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഡയമണ്ടിന്റെ തൊട്ട് ലെഫ്റ്റിലുണ്ടോ ഒരു എമറാൾഡ്? ഡയമണ്ടിന്റെ തൊട്ട് ലെഫ്റ്റില് അതെന്ന് വെച്ചാൽ വിഡ്രോ, റൈറ്റില് ഡിപ്പോസിറ്റ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മണ്ടരായിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ള 50% ഡിപ്പോസിറ്റ് ആക്കാൻ. ബാക്കിയുള്ള എമറാൾഡ് അതൊക്കെയാണ്. റൈറ്റ് സൈഡിലുള്ള ഡിപ്പോസിറ്റ്, ലെഫ്റ്റ് സൈഡിലുള്ള വിഡ്രോ ആക്കാനുള്ള ഓപ്ഷൻസ് ആണ് എമറാൾഡ്. അതിൽ 50% ഉണ്ട്. മൊത്തം വിഡ്രോ ചെയ്യാൻ അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഡയമണ്ടിന്റെ ലെഫ്റ്റിലെ റൈറ്റിലുള്ള പിടിച്ച് ഞെക്കി ചെയ്യാനായിരിക്കും നല്ലത്. അപ്പൊ എങ്ങനെയാ പൈസ ഡിപ്പോസിറ്റ് ആക്കണമെന്ന് പറഞ്ഞുതരാം. ഡയമണ്ടിന്റെ റൈറ്റിലായിട്ടുണ്ട് ഒരു എമറാൾഡ്. അതിലെഴുതിയേക്കണ ഡിപ്പോസിറ്റ് ആണല്ലേ. അതെടുത്ത് എങ്ങോട്ടേലും ട്രാക്ക് ആക്കിയിട്ട് ചാറ്റിൽ 100 രൂപ 100 അടിക്ക്. വെറും 100 അടിച്ച് കേട്ടോ? അപ്പോഴത്തേക്ക് എപ്പിക്കിന്റെ പൈസ 100 രൂപ ബാങ്കിൽ വീണിട്ടുണ്ട്. പിന്നെ തൊട്ട് ലെഫ്റ്റിലുള്ള എമറാൾഡ് കണ്ടോ? തൊട്ട് ലെഫ്റ്റിലുള്ള എമറാൾഡ് കണ്ട്. അത് ഞെക്കിയിട്ട് നിങ്ങൾ ചാറ്റിൽ 100 രൂപ അടിച്ചാല് നിങ്ങൾക്ക് ആ പൈസ വിഡ്രോ ആക്കാൻ പറ്റും 100 രൂപ ബാങ്കിൽ. പിന്നെ TPA ഹീറോ അതൊക്കെ നോർമൽ കമാൻഡ് ആണ്.
അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കമാൻഡ് ആയിരിക്കും, അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതെ അതെ അതെ. നിങ്ങൾക്ക് പിന്നെ ചാറ്റില് /സ്കിന്ന് സ്പേസ് സെറ്റ് സ്പേസ് നിങ്ങൾക്ക് വേണ്ട സ്കിന്നിന്റെ പേരടിച്ചാൽ അത് കിട്ടും. ഇനി ഇപ്പം അയൺമാൻ ആയി കാണിച്ചുതരാം, കണ്ടോ? എന്തായിരുന്നു കമാൻഡ്? എന്തായിരുന്നു? ഞാൻ ചാറ്റിൽ ഇട്ടുതരാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ഐ ക്യാൻ ഡു ദിസ് ഓൾ ഡേ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കിൻ സെറ്റിൻ്റെ പ്ലഗിൻ. അതെ, ഇനി അയൺമാനല്ലേ, ഞാൻ അയൺമാനല്ലേ? ആ അയൺമാൻ ക്യാപ്റ്റൻ അമേരിക്കയും അവഞ്ചേഴ്സ് ഗെയിമിൽ വന്നിട്ടുണ്ട്. അതെ അതെ, അവഞ്ചേഴ്സ്. ഓക്കെ ഗൈസ്, പിന്നെ ഇത് ഇവിടെ വെൽക്കം ടു EDMC എന്ന് എഴുതിയിട്ട് മഞ്ഞ കളറും ചുവപ്പ് കളറിൽ ഇങ്ങനെ ലൈറ്റെല്ലാം കത്തും. അപ്പൊ വേറൊരു ടീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഫീച്ചർ. പിന്നെ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ എൻ്റെ പേരിൻ്റെ സൈഡിൽ ഗോഡ് കാണാം. അതാണ് നമ്മുടെ ടീമിൻ്റെ പേര്. ഫുൾ ഫോം എന്ന് പറഞ്ഞു കൊടുക്ക്. അതെ, നമ്മുടെ ടീം ഒരു കോഡാണ്. നിങ്ങളിപ്പം എന്തെങ്കിലും അച്ചീവ്മെന്റ് നേടിയെടുത്താലും നിങ്ങളുടെ ടീമിന്റെ പേര് ഇങ്ങനെ ലെഫ്റ്റിൽ എഴുതി കാണിക്കും. അതായത് നമ്മുടെ ടീമിൻ്റെ ഫുൾ ഫോം പറഞ്ഞു കൊടുക്കും. റീസ്പോൺ ആയിട്ട് ഇനി ഒന്നും കൂടി ഇടോ. പച്ച ഓക്കെ. ഇപ്പൊ എനിക്ക് സ്കിന്നാണ്. അപ്പൊ ഇത് 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 എന്താ വെച്ചാൽ ഡെത്ത് ടെസ്റ്റ് ആണ്. നിങ്ങൾ ചത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐറ്റംസ് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റിന്റെ ഡെത്ത് ടെസ്റ്റ് വന്നിട്ടുണ്ട്. അതിന്റെ അടുത്തോട്ട് TP ആകുന്ന കമാൻഡ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും വരും വരികള്. ഒത്തിരി സിമ്പിൾ ആക്കി ഗെയിം ഒരു ഗുമ്മാണില്ല. ഇത് എത്ര നേരം വരെ ഡെത്ത് ടെസ്റ്റ് ഉണ്ടാവും? എത്ര സമയം വരെ ഡെത്ത് ടെസ്റ്റ് ഉണ്ടാവും? 10 മിനിറ്റ്. അതെ, ഇനി വല്ല ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ വരും വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അല്ലേ? അതെ 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 അതെ. അപ്പൊ നിങ്ങള് ഇപ്പൊ ഷോപ്പ് അടിച്ചെന്ന് വിചാരിച്ചോ. അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഓരോത്തിന്റെ സെയിൽ പ്രൈസും ബൈ പ്രൈസും വേറെ വേറെ ആണല്ലോ. അത് ചിലപ്പോ കുറയാനും കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അത് കൂടിക്കഴിഞ്ഞാല്, സെയിൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാല് അത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കൊടുക്കും. അപ്പൊ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതായിരിക്കും നമ്മള്. അപ്പൊ നിങ്ങൾ അറിയാണ്ട പോലും ചിലതിന്റെ പൈസ നല്ല കൂടുതലായിരിക്കും സെയിൽ പ്രൈസ് നിങ്ങൾക്ക്. അപ്പൊ അത് വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. അപ്പൊ നിങ്ങള് എല്ലാത്തിന്റെ പൈസ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബേസ് ആക്കേണ്ട സ്ഥലമെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബേസ് ആക്കുന്ന സ്ഥലവും ബേസിൻ്റെ പ്ലാൻസ് എല്ലാം നമ്മൾ അടുത്ത എപ്പിസോഡോട്ട് പറയും. പിന്നെ EDMC ഡിസ്കോഡ് സെർവർ ലിങ്ക് അടിയിലുണ്ട്, കയറി ജോയിൻ ചെയ്യുക, എല്ലാവരും കളിക്കുക സെർവറിൽ. പിന്നെ സ്പെക്ട്രോ, എൻ്റെ ബാക്കിലുള്ള സ്പെക്ട്രോൻ്റെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. സ്പെക്ട്രോ ഇന്നല്ല, സ്പെക്ട്രോ EDMC ലൈവെല്ലാം വരും. പിന്നെ നമ്മളെ ടീംമേറ്റ്സ് എന്ന് പറയുന്ന ടീം ഫുള്ളായിട്ടുണ്ട്, 4 ആളെന്നൊരു ടീമിൽ. ടീംമേറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ, സ്പെക്ട്രോ, ഡെവിൽ, പിന്നെ ബ്രാഹ്മണനാ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.